Hello, hi, namaskaram. Welcome back to my channel Tips and Trick LDC. It's me, Maya. ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അതല്ല, ഇനി വരുന്ന LP UP എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ എന്നെ ചെയ്യണോ വേണ്ടിയോ എന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കുന്നവരാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം 2026 അടുത്തൊരു LP UP വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൽ ജോലി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ഇനി ശ്രമിക്കുന്നുണ്ട്? നമ്മളറിയാം, നമുക്ക് 1-2 മാസം അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഉള്ള കുറച്ച് മാസങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു LP UP ടീച്ചർ ആവാൻ വേണ്ടി സാധിക്കുമോ? ഒരിക്കലില്ല അല്ലേ. നമ്മൾ അതിനു വേണ്ടി മെനക്കെടണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാവുന്നതായിരിക്കും, ഒരുപാട് ഡിലേ എൻ്റെ വീഡിയോക്ക് വന്നിട്ടുണ്ട്. 1-2 ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവും പിന്നെ ഇനി നമുക്ക് LP UP എങ്ങനെ നേടാം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇത്ര ഡിലേ ആയത്? എന്തുകൊണ്ടാണ് 1-2 വീഡിയോ ആയിട്ട് പിന്നെ കുറേ നാളത്തേക്ക് കാണാതിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പ്രഗ്നൻസി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പറ്റുന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എഡിറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊന്നും കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഒരുപാട് ഡിലേ ആയിപ്പോയത്. പിന്നീട് പ്രഗ്നൻസി കുറച്ച് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി. പ്രീമച്വർ ബേബി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഡിലേ ആയത്. പക്ഷേ നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഒരു ഉദ്ദേശമുണ്ട്, LP UP നേടുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം നിങ്ങളും പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മടിയും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എത്ര പേർക്ക് LP UP ക്ലാസ്സുകൾ വേണമെന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും കൂടുതൽ നമുക്ക് ക്ലാസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്കിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് തന്നെ നമുക്ക് ലാഗില്ലാതെ അതേപോലെ നിരന്തരമായിട്ട് ക്ലാസ്സുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന LP UPക്ക് എന്തൊക്കെ പ്രിപ്പറേഷനാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുക, അതേപോലെ സിലബസ് വെച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, നമുക്ക് മുമ്പിൽ ഒരു സിലബസ് ഉണ്ടായിരിക്കണം. എല്ലാ സിലബസ് അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാം ഡേറ്റ് വരുന്നതിന് മുൻപ് നമ്മൾ കവർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് ഏതൊക്കെ സിലബസ് ആണ് ഉള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിന് മുമ്പ് വന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ചെറിയൊരു മാർക്ക് കൊണ്ടൊന്നും ഒരിക്കലും LP UP കയറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്നവർക്ക് മാത്രമാണ് നമുക്കൊരു ജോലി എന്നുള്ള രീതിയിലേക്ക് എത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളോടൊപ്പം കൂടുകയാണ്. നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് എത്രത്തോളം വിജയശതമാനം നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു, നമുക്ക് മുമ്പിലൊരു സിലബസ് ഉണ്ടായിരിക്കണം അല്ലേ. നമ്മളത് പഠിക്കുന്നതിനൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡേറ്റ് വരണത്ര, നോട്ടിഫിക്കേഷൻ വരണത്ര ഒക്കെ വരണത്ര, പക്ഷെ എന്നാൽ LP UP എക്സാം ഉണ്ട് എന്നുള്ളൊരു ചിന്താരീതി നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സിലബസ് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഡെയിലി ഒരു 1-2 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ്. ഒരു വർക്കിനും പോവാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം കുറച്ചായിട്ട് തുടങ്ങുക. സിലബസ് നിങ്ങൾക്ക് പരിചയമുള്ള ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ബാക്കൗട്ട് ആക്കുക. കാരണം അത് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത കാര്യങ്ങൾ, അതേപോലെ തന്നെ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ചിലവർക്ക് സയൻസ് നന്നായിട്ട് അറിയാം, ചിലർക്ക് സയൻസ് അറിയണമെന്നില്ല, ചിലർക്ക് സോഷ്യൽ നന്നായിട്ട് അറിയാമായിരിക്കും, ചിലർക്ക് സോഷ്യൽ പെട്ടെന്ന് ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ടഫായിട്ടുള്ള ഭാഗങ്ങൾ അതിൽ നിന്ന് തുടങ്ങാം.
അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ സമയങ്ങൾ വെച്ചുകൊണ്ട്, നമ്മുടെ പരിധികൾ വെച്ചുകൊണ്ട് നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ മടി ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ്, അല്ലേ? ചിലപ്പോൾ എനിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഡിലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷെ എല്ലാം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത്, നമുക്ക് എത്രയൊക്കെ സമയങ്ങൾ കിട്ടുമോ ആ സമയങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു നോട്ട്സ് ഉണ്ടാക്കുക. നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ടായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ആ നോട്ടൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സിലബസ് മുഴുവനായിട്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരും. അപ്പോൾ അടുത്ത LP-UP ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിപ്ലൈ കൂടി എനിക്ക് തരാം. അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഇനി മുതൽ തരുന്നതായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസ് പോലെ ഇരിക്കും ക്ലാസ് ഇനി മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.